ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം കടന്നു വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 58 വരെയുള്ള വേദഭാഗമാണ് ധ്യാന വിഷയം. ഈ വേദഭാഗത്തിലൂടെ കർത്താവ് തമ്പുരാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ നിത്യജീവനുണ്ട് എന്നതാണ്. എന്താണ് ഈ നിത്യജീവൻ? നിത്യജീവൻ എന്ന വാക്കിന് കൊടുക്കാവുന്ന ലളിതമായിരിക്കുന്നൊരർത്ഥം യേശുവിനോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് നിത്യജീവൻ. അന്ത്യോക്യായിലെ വിശുദ്ധനായിരിക്കുന്ന ഇഗ്നാത്യോസ് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: വിശുദ്ധ കുർബാന എന്നുള്ളത് അനശ്വരത്തിലേക്കുള്ള മരുന്നാണ്. നമുക്ക് മരണത്തിനപ്പുറമുള്ളതായിരിക്കുന്ന ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള മരുന്നാണ് വിശുദ്ധ കുർബാന. ഇവിടെ കർത്താവ് പറയുന്ന ഒരു ഭാഗം ഇപ്രകാരമാണ്: മന്ന എന്ന് പറയുന്ന ഭക്ഷണം നിങ്ങളുടെ പൂർവികർ ഇസ്രായേലിയർ ഭക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്തു പറ്റി? മന്ന എന്ന ഭക്ഷണം കഴിക്കുന്നത് അന്നന്ന് കഴിച്ച് അന്നന്ന് തീർന്നു പോകുന്ന ഒരു ഭക്ഷണം മാത്രമാണ്. മന്നായ്ക്കപ്പുറം ഒരു ഭക്ഷണമുണ്ട്. അത് നിത്യജീവനാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണ്, അത് വിശുദ്ധ കുർബാനയാണ്. അത് ഭക്ഷിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? അനശ്വരത്തിലേക്കുള്ള പ്രവേശനമാണ്. അത് നശിച്ചു പോകുന്ന ആഹാരമല്ല, അത് നിത്യമായി നമുക്ക് കിട്ടുന്ന വലിയ ആഹാരം തന്നെയാണ്. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കിയാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ടാകാം. ചിലപ്പോൾ നാളത്തേക്കും കൂടെ നമ്മുടെ ചിന്തയിലുണ്ടാകാം. എന്നാൽ മരണത്തിനപ്പുറം എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു വാക്ക് ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കാരുണ്ട്, എൻ്റെ മക്കൾക്കാരുണ്ട്, എൻ്റെ കുടുംബത്തിനാരുണ്ട്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ നിത്യജീവൻ എന്ന് പറയുന്ന ചിന്ത നമ്മളെ ഭരിക്കാൻ തുടങ്ങുക. വിശുദ്ധ കുർബാന നിത്യജീവനിലേക്കുള്ള ആഹാരമെങ്കിൽ നമുക്ക് ആഹാരത്തെ കുറച്ചും കൂടെ ഗൗരവമാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ആമേൻ. അവനേ ശൈലം തമ്പി